നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF വലിയ മനക്കോട്ടകൾ കെട്ടിയിരുന്നു. അതായത് 2 സീറ്റിലേക്ക് ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ആ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കൊടുക്കാതെ ഇടതുപക്ഷം ആ സീറ്റ് എടുക്കുമെന്നും അതിൽ കേരള കോൺഗ്രസ് അതൃപ്തിയിലാകുമെന്നും അതോടെ കേരള കോൺഗ്രസിനെ എങ്ങനെയും പുകച്ച് LDFിൽ നിന്ന് പുറത്തു ചാടിച്ച് നേരെ UDF പാളയത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വല്ലാതെ മോഹിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇടതുപക്ഷം നടത്തിയിരിക്കുന്ന ഒരു വലിയ വിട്ടുവീഴ്ച, അതായത് കൂടെ കൂട്ടിയവരാണ്, ഒരു വിഷമഘട്ടത്തിൽ ഒപ്പം നിന്നവരാണ്. അപ്പോ അവരുടെ ഒരു അഭിമാന പ്രശ്നമായ ഒരു സംഭവത്തിൽ അവർക്ക് കൊടുത്തിരുന്ന ഒരു ഉറപ്പ്, പ്രത്യേകിച്ച് ലോക്സഭാ സീറ്റ് ചർച്ച സന്ദർഭത്തിൽ കേരള കോൺഗ്രസ് 2 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. കോട്ടയം സീറ്റും അവർക്ക് ഒരു രാജ്യസഭാ സീറ്റും കൊടുക്കാമെന്ന് അന്ന് ഇടതുപക്ഷം ഉറപ്പ് നൽകിയിരുന്നു. ആ വാക്കങ്ങ് പാലിച്ചോടുകൂടി കോൺഗ്രസുകാരും UDFകാരും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാര്യം, ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി CPI ഇടഞ്ഞു നിൽക്കുന്നു. കേരള കോൺഗ്രസിന് സീറ്റ് കിട്ടില്ല, കേരള കോൺഗ്രസ് കടുത്ത അതിർത്തിയിലാകും, ഘടകകക്ഷികൾ ഇതോടുകൂടി അടിച്ചു പിഴിഞ്ഞ് നാമാവിശേഷമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയ വിജയത്തിന്റെ ആ ഒരു ആവേശത്തിൽ തന്നെ കേരള കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് കരുതിയത്. അതായത് 3 സീറ്റാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്നത്. അത് ഇളമരം കരീമും ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും, ഇവർ 3 പേർ ഒഴിയുന്ന സ്ഥാനത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിൽ 2 സീറ്റുകൾ CPMന് വളരെ നിഷ്പ്രയാസം ജയിച്ചു കയറാൻ പറ്റും. അവിടെയാണ് CPIയുടെ സുനീറും ഒപ്പം കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയും UDFന്റെ ഭാഗത്ത് നിന്ന് ലീഗിനാണ് ആ സീറ്റ്, കോൺഗ്രസിന് ഏറ്റെടുക്കാൻ പറ്റില്ല, അത് ഹാരിസ് ബീരാന് ലീഗ് നൽകാൻ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഈ 3 സീറ്റുകളിലേക്ക് UDFന് 1 ഇടതുപക്ഷത്തിന് 2 കിട്ടും. പക്ഷേ ഇവർ പ്രതീക്ഷിച്ചിരുന്നതും കേരള കോൺഗ്രസിന് കൊടുക്കാതെ വരുമ്പോൾ കേരള കോൺഗ്രസ് ഇതോടുകൂടി അഭിമാന പ്രശ്നമായി മാറും, നാണം കെടും. അതിനുശേഷം അവരെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് നയത്തിൽ കൊണ്ടുപോകാമെന്നാണ്. പക്ഷെ അവിടെയാണ് CPM എന്ന പാർട്ടി ഒപ്പം നിൽക്കുന്നവരോട് എത്രമാത്രം മുന്നണി മര്യാദ കാണിക്കുന്നുണ്ടെന്നും ആ മര്യാദയെക്കുറിച്ച് മനസ്സിലായപ്പോൾ ജോസ് കെ മാണി പറഞ്ഞൊരു വാചകമുണ്ട്, ഒന്ന് UDFകാർ കേട്ടിരിക്കണം. അംഗീകാരമാണ് ഇതിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുക. ഇതാണ് ഇടതുപക്ഷം. ഒപ്പം നിൽക്കുന്നവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റു എന്ന് കരുതിക്കൊണ്ട് അവർ കൂടെ നിൽക്കുന്നവരെയൊന്നും തള്ളിപ്പറയുകയോ ചവിട്ടിമെതിക്കുകയോ അല്ലെങ്കിൽ അവരെയൊന്നും വില കുറച്ച് കാണുന്നതേയില്ല. അവരെല്ലാം ഒപ്പം ചേർത്ത് നിർത്തുന്നുണ്ട്. ഒരു മുന്നണി സംവിധാനമാണ്. തിരിച്ചടി കിട്ടിയാൽ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. അത് അവരുടെ കുറ്റമെന്ന് പറഞ്ഞ് പഴിചാരിക്കൊണ്ട് അവരെ മോശക്കാരനാക്കാനൊന്നും ശ്രമിക്കുന്നില്ല. കൂട്ടുത്തരവാദിത്തമായി എടുത്തുകൊണ്ട് ഒപ്പം നിൽക്കുന്നവരെ അവർക്കും അർഹമായ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടും പാർലമെന്റിൽ അവർക്കും സ്പേസ് ഉണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് വിളിക്കേണ്ടത്? മാസ് എന്ന് വിളിച്ചൂടെ? ഒരുപക്ഷെ വലിയ പ്രതീക്ഷയിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ കാത്തിരിക്കുകയായിരുന്നു ഒരു വലിയ പൊട്ടിത്തെറി. കാര്യം, ഇടതുപക്ഷം ഇനിയിപ്പോൾ ഒരു കാരണവശാലും CPM ആ സീറ്റ് വിട്ടുകൊടുക്കത്തില്ല. ഇളമരം കരീം ഒഴിയുന്ന സീറ്റിലേക്ക് CPM സ്ഥാനാർത്ഥിയെ നിർത്തും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ആ മുന്നണി ശിഥിലമാകാനുള്ള അവസരം ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനുവേണ്ടി ഒരുപാട് ലഡ്ഡു ഉള്ളിൽ പൊട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ അപ്പാടെ പെട്ടൊരവസ്ഥയിലായി. കേരള കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം അവർക്കുണ്ടായിരിക്കുന്ന സന്തോഷം ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത്രയും വലിയൊരു സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അവരെ കൈയൊഴിയാതെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയും ഈ മുന്നണിയുടെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് പാർലമെന്റിൽ അർഹമായ സാന്നിധ്യം ഉറപ്പാക്കിയിരിക്കുകയാണ്. ലോക്സഭയിൽ അവർക്കുണ്ടായിരുന്ന സാന്നിധ്യം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ അവർക്ക് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന അർഹമായ സ്ഥാനം ഉറപ്പാക്കാൻ വേണ്ടി ഇടതുപക്ഷം എടുത്തിരിക്കുന്ന ആ വിശാലമായ തീരുമാനവും ഏറ്റവും വലിയ വിട്ടുവീഴ്ചയും ഒരു മുന്നണി മര്യാദ എങ്ങനെയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. ലീഗിനെ പോലെ പിടിച്ചു പറിക്കുകയല്ല ചെയ്തത്. അതായത് നേരത്തെ അവർ ലോക്സഭയിലേക്ക് 3 സീറ്റ് ചോദിച്ചപ്പോൾ 2 സീറ്റ് കൊടുക്കുകയും ചെയ്തു. ഒപ്പം മൂന്നാമതൊരു കാൻഡിഡേറ്റിനെ വടകരയിൽ BJPയെ വിജയിപ്പിച്ചിട്ടാണെങ്കിലും അവിടെ ഷാഫി പറമ്പിലിനെ അവർക്കായി വിട്ടുകൊടുത്തു. അതായത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു നിലപാട്. ഇപ്പോ രാജ്യസഭാ സീറ്റും അവർ എന്ത് ചെയ്തു? പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി. അങ്ങനെ എന്തും ബലിയാടാകുക അല്ലെങ്കിൽ ആധികാരികമായി പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയല്ല ഇവിടെ ഉള്ളത്. അവരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇടതുപക്ഷം. നിങ്ങൾ മനക്കോട്ട കെട്ടുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പ് കൂടുതൽ ശക്തപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം നിൽക്കുന്നവർക്ക് ആ സംവിധാനത്തിൽ കൂടുതൽ വിശ്വാസ്യത വരികയും അതിന് കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്ന അവസ്ഥയിലേക്ക്
കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കകത്ത് യാതൊരു പ്രശ്നവുമില്ലാതെ നേരിട്ട് മത്സരരംഗത്തേക്കും ഇനിയുള്ള മുന്നൊരുക്കങ്ങൾക്കെല്ലാം ഒരുമിച്ച് ഒറ്റ മനസ്സാലെ നിൽക്കാനുള്ള ഭൗതികമായ സാഹചര്യമാണ് CPM കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ മുന്നണികളും CPI ആയിക്കോട്ടെ, അവർക്കുള്ള അർഹമായിട്ടുള്ളത് അത് വെട്ടിയെടുത്തില്ല, അത് പിടിച്ചു വാങ്ങിയില്ല, അതും അവർക്ക് വിട്ടുകൊടുത്തു. ഒപ്പം CPMന്റെ ഒരു സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തോടുകൂടി എല്ലാം ശുഭം. ഇനിയിപ്പോ പ്രതിപക്ഷത്തിന് ഇതൊക്കെ കണ്ട് മോങ്ങിയിരിക്കാമെന്നല്ലാതെ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പുതിയ കുതന്ത്രങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇതിനകത്ത് വിള്ളലുണ്ട്, പ്രശ്നമുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള പുതിയ നാടകങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ മാധ്യമങ്ങളായി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി പുതിയ കഥകൾ മെനയൂ എന്ന് മാത്രമേ ആശംസിക്കാനുള്ളൂ. ഇടതുപക്ഷത്തിലെ എല്ലാ മുന്നണികളും വലിയ സന്തോഷത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചു അതിലൂടെ വിളവെടുക്കാമെന്ന് കാത്തിരുന്നവർ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി എടുത്തിട്ട് പോണമെന്ന് മാത്രമേ അഭിപ്രായപ്പെടുന്നുള്ളൂ.